100 മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയകൾ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാളയിലയിൽ നിന്നുള്ള പ്ലേറ്റിൻ്റെയും ബൗളിൻ്റെയും മാനുഫാക്ചറിംഗ് ആണ്. സീറോ പ്ലാസ്റ്റിക്, അതേപോലെ ഫുൾ പ്രോഫിറ്റ്. പ്ലാസ്റ്റിക് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്, അറിയാമല്ലോ. ഹോട്ടൽ അതുപോലെ വെഡ്ഡിംഗ് മാർക്കറ്റ് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകൾക്ക് ഹൈലി ഡിമാൻഡ്. കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഈ ഗ്രീൻ റവല്യൂഷൻ കാലത്ത് ഏറ്റവും നല്ലൊരു ബിസിനസ്. ഇതിൻ്റെ നിക്ഷേപം എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നമുക്ക് മുതൽ മുടക്കാണ് ഇതിന് ആദ്യമായിട്ട് വരുന്നത്. അതായത് ഒരു ഹൈഡ്രോളിക് പ്രസ്, പിന്നെ ഡ്രൈയിങ്ങിനുള്ള യൂണിറ്റാണ് ഇതിന് ബേസിക് ആയിട്ട് വേണ്ടത്. ഒരു ചെറിയ മോഡലിലുള്ള ഹൈഡ്രോളിക് പ്രസ് മെഷീൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡ്രയർ പ്ലസ് കട്ടിംഗ് ടൂൾസ്, ഇത് നമുക്ക് ആമസോണിലും ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്ന മെഷീനറീസാണ്. ഇതിന് വേണ്ട നമുക്ക് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു എന്ന് വെച്ചാൽ പാളയിലയാണ്. അത് നമുക്ക് ഡയറക്റ്റ് പ്ലാന്റേഷനുകളിൽ നിന്ന്, ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ അടുത്ത്, കർഷകരുടെ അടുത്ത് ഡയറക്റ്റ് നമുക്ക് മേടിക്കാവുന്നതാണ്. 10 മുതൽ 15 രൂപയാണ് കിലോ റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ മാനുഫാക്ചറിംഗ് രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇലകൾ വൃത്തിയാക്കിയിട്ട് അത് നേർത്തതാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിലുള്ള മോൾഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലുള്ളതാണ് വേണ്ടത് അതിൻ്റെ മോൾഡിൽ വെച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഉണക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തിയിലുള്ള പാക്കിംഗ് ആക്കി മാറ്റുക. ഒരു പ്ലേറ്റ് നമുക്ക് 2 മിനിറ്റാണ് ഇതിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി വരുന്നത്. ഇതിൻ്റെ മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ്, അതുപോലെ വാട്സപ്പ്, മീഷോ പോലുള്ള സൈറ്റുകളിൽ നമുക്ക് നമ്മുടെ കാറ്റലോഗൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഹോട്ടൽസ്, കാറ്റേഴ്സ്, എക്കോ സ്റ്റോഴ്സ്, ഇങ്ങനെയുള്ളവരടുത്തൊക്കെ നമുക്ക് ബൾക്ക് ഓർഡേഴ്സും കൂടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്കറിയാം സീറോ വേസ്റ്റ് കേരള ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഹൈലി ഡിമാൻഡ് ആയിരിക്കും. പിന്നെ ഇതിന് കോസ്റ്റ് വരുന്നത്, പ്രോഫിറ്റബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു പ്ലേറ്റിന് 3 രൂപ താഴെയാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 12 രൂപ വരെയാണ് ഇതിൻ്റെ മാർക്കറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ്. 60 മുതൽ 70% വരെ ഇതിൽ മാർജിൻ ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് മന്ത്ലി ഈസി ആയിട്ട് നമുക്ക് 40,000 തൊട്ട് 1 ലക്ഷം രൂപ വരെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പോലും ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ എന്നുള്ളതാണ് അടുത്തത്. നമുക്കറിയാം, ഒരു മെഷീനെ വെച്ച് നമ്മൾ തുടങ്ങുന്ന സംഭവം നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് ഒരു മെഷീൻ എന്നുള്ളത് 5-6 മെഷീനുകളാക്കാം. അതേപോലെ തന്നെ നമുക്ക് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഇതിന് നല്ല ഹൈലി ഡിമാൻഡാണ്. അപ്പോൾ അത് നമുക്ക് എക്സ്പോർട്ട് ലെവലിലേക്ക് നമുക്ക് ഇതിന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മുടെ അടുത്തുള്ള സിറ്റികളിലൊക്കെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം. സ്പൂണ്, ട്രേ, പാർട്ടി പാക്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ബിസിനസ്സും വിശദമായി അറിയാം. ബിസ്റ്റാർട്ട് മാപ്പ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായ അടുത്ത ഐഡിയ കമൻറ്റിൽ പറയൂ. അത് ഞങ്ങൾ അടുത്ത ഷോർട്സിൽ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതാണ്. താങ്ക് യു.